പന്നിക്കളിയിൽ നിന്ന് ഷോക്കേറ്റ് 15-കാരൻ അനന്തു മരിച്ച സംഭവത്തിൽ നിലമ്പൂരിൽ രാഷ്ട്രീയ പോര്. സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന് 24 വനമന്ത്രി AK ശശീന്ദ്രൻ ഗുരുതര ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ വാക്പോര് കടുക്കുകയാണ്. മന്ത്രിയുടെ വാദത്തെ പിന്തുണച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. നിലമ്പൂരിലുള്ളവർ ഈ വിവരം അറിയുന്നതിന് മുമ്പ് മലപ്പുറത്തും എവിടെയൊക്കെ ഇങ്ങനെ പ്രതിഷേധ പ്രകടനങ്ങൾ വന്ന് അപ്പോൾ ആ സംശയമാണ് ഞാൻ ഉന്നയിച്ചത്. ആ സംശയം ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തിരുത്താം. KPCC പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നുണ്ടല്ലോ, ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ചെയ്തൊരു മർഡറാണെന്ന് പറയുന്നുണ്ടല്ലോ. മൃഗങ്ങളെ വേട്ടയാടി വിൽക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തിയവരെ സംരക്ഷിക്കാൻ അവർ ശ്രമിക്കുകയാണോ? ഒരു പങ്കുമില്ലാത്ത കാര്യത്തെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ ആ ദുരുപയോഗപ്പെടുത്തുന്നതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങളുണ്ടാകും. ഇതിത്ര പെട്ടെന്ന് വാർത്തയാക്കുകയും രാഷ്ട്രീയായുധമാക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢോദ്ദേശം ഉണ്ടോ എന്ന കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കപ്പെടും, സ്വാഭാവികമായിട്ട് പരിശോധിക്കപ്പെടും. ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ പ്രവർത്തിച്ച പ്രതിയെ കിട്ടി. ആ പ്രതിയുടെ ഫോൺ കോൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉൾപ്പെടെ എന്താണ് എന്നുള്ളത് വ്യക്തത വരും. ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ടല്ലോ, ഇതിൻ്റെ എല്ലാം ചൂടിൽ വരും. ആ പഞ്ചായത്ത് മെമ്പർ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയാണ്. അദ്ദേഹത്തിൻ്റെ വാർഡിലായി സംഭവം നടക്കുന്നത്. അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. വനമന്ത്രി AK ശശീന്ദ്രന്റെ പ്രസ്താവനയെ പ്രതിപക്ഷം അപലപിച്ചു. മന്ത്രി മാപ്പ് പറയണമെന്നും തെറ്റായ പ്രസ്താവനയിൽ അന്വേഷണം വേണം എന്നുമാണ് ആവശ്യം. വന്യജീവി ആക്രമണ കാര്യങ്ങളിൽ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു വനം മന്ത്രി ഒരു കാര്യവും ഇതുവരെ ചെയ്യാതെ വനാതിർത്തികളിലെ ജനങ്ങളെ വന്യജീവികളുടെ വിട്ടുകൊടുത്തുകൊണ്ട്, വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു നടപടിയില്ലാതെ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു മന്ത്രിയാണുള്ളത്. ആ മന്ത്രി ഇതിൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ചിരിക്കുകയാണ്. എത്ര ഹീനമായ തരത്തിലാണ് സംസാരിച്ചത്. ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല, ഇറങ്ങി പുറത്തു പോകണം. വൃത്തികെട്ട, ഞാൻ ആ വാക്ക് ഒന്നും കൂടി വൃത്തികെട്ട ആരോപണമാണ് ഈ വനം മന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. എന്നിട്ട് അയാൾക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി. അപ്പോൾ എല്ലാവരും ദുഃഖിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനോട് അതിനെ കൂട്ടിക്കെട്ടുന്ന ഈ ഒരു ഹീനമായ ആരോപണം അത് പിൻവലിക്കണം, അല്ലെങ്കിൽ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകണം. വിദ്യാർത്ഥിയുടെ മരണത്തിൽ UDF ഭരിക്കുന്ന പഞ്ചായത്തിന് വീഴ്ച സംഭവിച്ചു എന്നാണ് CPIM ആരോപണം. നാളെ പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF മാർച്ച് നടത്തും. സർക്കാരിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും BJPയും രംഗത്തെത്തി. വിവരങ്ങളുമായി വിപിൻ C വിജയൻ ഇപ്പോൾ ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്. വിപിൻ, അതൊരു രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുകയാണ്. നേതാക്കളുടെ പ്രതികരണ നിലയ്ക്കാണ് വിവരങ്ങൾ. വിപിൻ, ഉന്മേഷ്, ഒറ്റ ദിവസം കൊണ്ട് നിലമ്പൂരിൽ നിലനിന്നിരുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചിത്രം തന്നെ മാറുകയാണ്. അനന്തു ഷോക്കേറ്റ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പുതിയ വാക്പോര് ഉണ്ടാവുന്നത്. അതിൽ LDF ആദ്യം വനം മന്ത്രി തന്നെയാണ് അതിന് തുടക്കമിട്ടത്. ഈ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിലൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് 24-ലൂടെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം അത് കത്തിപ്പടരുകയായിരുന്നു രാഷ്ട്രീയ കേരളത്തിൽ. അതിൽ പിന്നീട് MV ഗോവിന്ദൻ അത് ഏറ്റുപിടിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അങ്ങനെ ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണം. അത് കുറച്ചുകൂടി ഷാർപ്പ് ചെയ്തുകൊണ്ട് തന്നെ വഴിക്കടവിൽ ആ പഞ്ചായത്തിൽ ആ മെമ്പർ ആയിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് റെജി ആയിട്ട് ഈ സ്ഥാനാർത്ഥിക്ക് വലിയ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തെയൊക്കെ സംബന്ധിച്ച് കൂടുതൽ ഗൂഢാലോചന നടന്നു എന്നുള്ളത് അന്വേഷിക്കണം. ഒപ്പം തന്നെ ഈ മെമ്പറുടെ CDR പരിശോധിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ചു. സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കുമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇതിന് തൊട്ടുപുറകെ ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ട് പോലീസിൽ ഉത്തരവാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ക്രൈംബ്രാഞ്ച് DYSP C അലവിക്കാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനി അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. മറ്റൊന്നുള്ളത്, ഇത് മന്ത്രിക്ക്, അതായത് വനം മന്ത്രിക്ക് വിവരക്കേടാണ് എന്നുള്ളതും ഇതിൽ മാപ്പ് പറയണമെന്നും ആവശ്യമാണ് UDFന്റെ നേതാക്കൾ ഇതിനോടകം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വ്യക്തിപരമായി ഇങ്ങനെ ഒരു കാര്യം പറയാൻ തന്നെ വനം മന്ത്രി പാടില്ലായിരുന്നു എന്നുള്ളത് UDFന്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശും പറഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കത്തിപ്പടരും ഈ വിഷയം എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇപ്പോൾ നാളെ വഴിക്കടവ് പഞ്ചായത്തിലേക്ക്, UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിലേക്ക് LDF മാർച്ച് നടത്തുമ്പോൾ KSEB ഓഫീസ് ലക്ഷ്യമിട്ടുള്ള ഒരു മാർച്ചിനാണ് UDF ഇപ്പോൾ കരുക്കൾ നീക്കുന്നത്. അങ്ങനെ വരും ദിവസങ്ങളിലും ഇത് സജീവ ചർച്ചയാകുമെന്ന് തർക്കമില്ലാത്ത കാര്യമാണ്. ഉന്മേഷ്, ശരി. വിപിൻ C വിജയനാണ് വിവരങ്ങൾ നൽകിയത്.